ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഡ്യൂറന്റ് കപ്പിൽ നടന്ന തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മറ്റൊരു കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദൻ എസ്സിയെ 1-3 ഗോളുകൾക്കാണ് മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ 10 പേരെ വെച്ചുകൊണ്ടാണ് മോഹൻ ബഗാന് കളിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അവർ തളർന്നില്ല. 3 ഗോളുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മത്സരത്തിന്റെ 23-ാമത്തെ മിനിറ്റിൽ ലിസ്റ്റൻ കൊളാസോയാണ് മോഹൻ ബഗാന് ലീഡ് നേടിക്കൊടുത്തത്. പക്ഷെ 43-ാമത്തെ മിനിറ്റിൽ അപ്യൂയ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയായിരുന്നു. ഇത് മോഹൻ ബഗാന് തിരിച്ചടിയാകും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ തളരാൻ അവർ ഒരുക്കമായിരുന്നില്ല. ആദ്യ പകുതിക്ക് ശേഷം മത്സരത്തിന്റെ 50-ാമത്തെ മിനിറ്റിൽ മുഹമ്മദൻ എസ്സി ആഷ്ലി കോളിലൂടെ സമനില ഗോൾ നേടി. ഇതോടുകൂടി മോഹൻ ബഗാൻ പിറകോട്ട് പോകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ 63-ാമത്തെ മിനിറ്റിൽ സൂപ്പർ സ്ട്രൈക്കറായ സുഹൈൽ ഭട്ട് ഒരു ഗോൾ മോഹൻ ബഗാന് വേണ്ടി നേടുകയായിരുന്നു. പിന്നീട് 96-ാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാന് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. അത് പിഴവുകൾ ഒന്നും കൂടാതെ ലിസ്റ്റൺ ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് 1-3 ഗോളുകളുടെ ഒരു വിജയം മുഹമ്മദൻ എസ്സിക്കെതിരെ ഇപ്പോൾ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ചില പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ, ഇന്ത്യൻ താരങ്ങളൊക്കെ അവർക്ക് വേണ്ടി കളിക്കുകയും ചെയ്തിരുന്നു. ഇനി ഓഗസ്റ്റ് 4-ാം തീയതിയാണ് മോഹൻ ബഗാൻ അടുത്ത മത്സരം കളിക്കുക. എതിരാളികൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എസ്സി ആണ്. അതിനുശേഷം നടക്കുന്ന മത്സരത്തിൽ ഡയമണ്ട് ഹാർബർ ആണ് മോഹൻ ബഗാന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.